ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. നമ്മൾ ബുലൂഗുൽ മറാമിൽ കഴിഞ്ഞ ക്ലാസ്സിൽ രാത്രി നമസ്കാരങ്ങളെക്കുറിച്ചുള്ള ഹദീസാണ് വിശദീകരിച്ചത്. ഇനി ഇന്നത്തെ ക്ലാസ് വിത്ർ നമസ്കാരത്തെക്കുറിച്ചാണ്. രാത്രി നമസ്കാരങ്ങളുടെ അവസാനം വിത്രാകണം. അതേപോലെ പകലിലെ നമസ്കാരങ്ങളുടെയും അവസാനം വിത്രാകണം. അതുകൊണ്ടാണ് പകലിലെ നമസ്കാരങ്ങളുടെ അവസാനത്തിലാണ് മഗ്രിബ് 3 റക്അത്താണ്. സുബഹി 2, ബുഹ്ർ 4, അസർ 4, മഗ്രിബ് 3. രാത്രി നമസ്കാരങ്ങൾ തുടങ്ങുന്നത് പിന്നെ ഇഷയോടുകൂടി ഇഷ, പിന്നെ രാത്രിയിലെ നമസ്കാരങ്ങൾ അതിൻ്റെയും അവസാനം വിത്രാകണം. അതുകൊണ്ടാണ് വിത്രാക്കാനുള്ള ആഹ്വാനം. ഇവിടെ ഇന്ന് വിത്ര നമസ്കാരങ്ങളെക്കുറിച്ച് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ദുഹ നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസാണ് അടുത്ത ക്ലാസ്. ഒന്നാമത്തെ ഹദീസ് അലി ഇബ്നു അബി താലിബിൽ നിന്നല്ലേ. അൻ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ഖാൽ قال رسول الله صلى الله عليه وسلم أوتروا يا أهل القرآن فإن الله وتر يحب الوتر. رواه الخمسة وصححه ابن خزيمة. അലി ഇബ്നു അബി താലിബിൽ നിന്നാണ് ഹദീസ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു വന്ന റാവിയാണ്. അദ്ദേഹം പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔത്തിറു മാന നിങ്ങൾ വിത്റാക്കുക. ഔത്തിറു നിങ്ങൾ വിത്റാക്കുക, വിത്ർ നമസ്കരിക്കുക. അതാണ് ഔത്തിറു യാ അഹ്ലൽ ഖുർആൻ. അഹ്ലുൽ ഖുർആൻ നിങ്ങൾ വിത്റാക്കുക. അവിടെ അഹ്ലുൽ ഖുർആൻ എന്താ? ഈ അഹ്ലുൽ ഖുർആൻ അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആന്റെ അഹ്ലുകാർ അല്ലേ? ഇപ്പം അഹ്ലുൽ ഇൻജീൽ എന്ന് ഖുർആനിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അഹ്ലുൽ ഇൻജീൽ, ഇൻജീലിൻ്റെ ആളുകൾ. ഉദ്ദേശാര നസാറാക്കൾ, ക്രൈസ്തവർ. അഹ്ലു തൗറാത്ത് എന്ന് ഖുർആനിലുണ്ട് അല്ലേ? അഹ്ലു തൗറാത്തോട് ഉദ്ദേശിക്കുന്നത് യഹൂദർ. അപ്പോൾ അഹ്ലുൽ ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? മുസ്ലിങ്ങൾ. അഹ്ലു തൗറാത്ത്, അഹ്ലുൽ ഇൻജീൽ, അഹ്ലുൽ ഖുർആൻ. ഇവിടെ അതാണോ ഉദ്ദേശം? മുസ്ലിമീങ്ങൾ എന്നുള്ളത് മൊത്തത്തിലാണോ ഉദ്ദേശം? അതല്ല, അതിനൊരു പ്രത്യേക ഉദ്ദേശമാണോ? അതാണ് വിഷയം. അഹ്ലുൽ ഖുർആൻ. ഇപ്പോൾ യമാമ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ സൈന്യത്തോട് ഏറ്റുമുട്ടുമ്പോൾ ചില മുസ്ലിമീങ്ങൾ പിന്തുണയുണ്ട്, മുന്നോട്ടാകുന്നതിന് പകരം പിന്നോട്ടുമുണ്ട്. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, യാ അഹ്ലൽ ഖുർആൻ ഹലുമ്മു, യാ അഹ്ലൽ ഖുർആൻ ഹലുമ്മു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അഹ്ലുൽ ഖുർആൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളെ എന്നല്ല. പിന്നെയോ യമാമ യുദ്ധത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും വിശുദ്ധ ഖുർആൻ്റെ വിജ്ഞാനങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തിരുന്ന ആളുകളുണ്ട്, പ്രത്യേകക്കാർ. മനസ്സിലല്ലേ? അവരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അൽ ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്കാണ് അൽ ഖുർആ എന്ന് പറയാം. അൽ ഖുർആ, ഖുർആൻ പഠിപ്പിക്കുക, ഖുർആൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ള ആളുകൾ, അൽ ഖുർആ. അതുകൊണ്ടാണ് യമാമ യുദ്ധത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ കുറേ ഖുർആകൾ വധിക്കപ്പെട്ടു, 70ഓളം ഖുർആ വധിക്കപ്പെട്ടു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? വിശുദ്ധ ഖുർആൻ ക്രോഡീകരണത്തിനുള്ള ചിന്ത അബൂബക്കർ റളിയല്ലാഹുവിൽ ഉടലെടുത്തത്, ഉമർ റളിയല്ലാഹുവിലൊക്കെ ചിന്ത വന്നത്. കാരണം എന്താ? ഖുർആൻ പഠിച്ച ബൈഹാർട്ടാക്കിയിരുന്ന പലരും എന്ത് ചെയ്ത് അവിടെ വധിക്കപ്പെട്ടു, യമാമയിൽ വധിക്കപ്പെട്ടു. അതിൽ പിന്നെയാണ് ജമ്മൽ ഖുർആനെ കുറിച്ചുള്ളതായ വിഷയങ്ങളൊക്കെ ഉടലെടുത്തത്. അപ്പോൾ ഇവിടെ അഹ്ലുൽ ഖുർആൻ നിങ്ങൾ വരും എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അവിടെ പ്രത്യേകം ഒരു വിഭാഗമാണ്, അല്ലാതെ മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ എന്നുള്ള ഉദ്ദേശത്തിലല്ല. ഇവിടെ അങ്ങനെയാണ്. ഔത്തിറു യാ അഹ്ലൽ ഖുർആൻ, അഹ്ലുൽ ഖുർആൻ നിങ്ങൾ വിത്തറാക്കുക.
അവിടെ പിന്നെ അഹ്ലുൽ ഇഞ്ചീൽ അഹ്ലുൽ തൗറാത്ത് എന്ന് പറയുന്നത് പോലെ വേദക്കാരെ യഹൂദരെ ക്രൈസ്തവരെ ആണ് ഉദ്ദേശിച്ചത് എന്നതുപോലെയാണ് ഇവിടെ അഹ്ലുൽ ഖുർആൻ മുസ്ലിമീങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ എന്ന് വിശദീകരിച്ച് ഇവിടെ അർത്ഥം പറഞ്ഞവരുണ്ട്. ഔ തിറൂയ അഹ്ലൽ ഖുർആൻ, ഖുർആൻ്റെ അഹ്ലുകാരെ നിങ്ങൾ വിത്തറാക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ നിങ്ങൾ വിത്തറാക്കുക. യഥാർത്ഥത്തിൽ അവിടെ അഹ്ലുൽ ഖുർആൻ എന്ന് വിളിച്ചത് മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ ഉദ്ദേശിച്ചല്ല. പിന്നെയോ ഖുർആൻ മനഃപ്പാഠമാക്കിയവരും ഖുർആൻ പഠിച്ചവരും അവരാണ് ഇവിടെ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത്. അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസതുഹു, അള്ളാഹുവിൻ്റെ അഹ്ലുകാർ. കാരണം എന്താ? അഹ്ലുൽ ഖുർആനെ പ്രത്യേകം വിളിച്ച് അതിനർത്ഥം മുസ്ലിമീങ്ങൾ മറ്റുള്ളവരൊന്നും വിത്തറാക്കണ്ട എന്നല്ല. പിന്നെയോ അഹ്ലുൽ ഖുർആനെ വിത്തറാക്കാൻ വേണ്ടിയിട്ട് അവരോട് ആഹ്വാനം ചെയ്തത് എന്തിനാ അവരോട് ആഹ്വാനം ചെയ്ത് പ്രത്യേകിച്ച് ഖുർആൻ മനഃപ്പാഠം പുതുക്കാൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് എന്താ? രാത്രി നിസ്കാരമാണ്. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല. ഇന്ന നാശിഅത്തൽ ലൈൽ, ഒന്ന് ഉണർന്നതിന് ശേഷം എഴുന്നേറ്റുള്ള നിസ്കാരം, അത് അശദ്ദു വത്അൻ ആണ്, എല്ലാം കൽബിൽ കൊള്ളുന്നതും വഅഖ്വമു ഖീല എന്നാണ്. നല്ല പിന്നെ ചൊവ്വായ രീതിയിലുള്ള പാരായണ നിർവഹണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അഹ്ലുൽ ഖുർആനോട് പറയുന്നത് അഹ്ലുൽ ഖുർആനെ വിശുദ്ധ ഖുർആൻ മുറാജ ചെയ്യണം. അതിന് ഏറ്റവും നല്ല സന്ദർഭമാണ് രാത്രി നമസ്കാരം. യാ അഹ്ലൽ ഖുർആൻ, ഖുർആൻ്റെ അഹ്ലുകാരെ ഔത്തിറു, നിങ്ങൾ വിത്ർ നമസ്കരിക്കുക. അപ്പോൾ ഇവിടെ മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ ഉദ്ദേശിച്ചല്ലേ ഈ അഹ്ലുൽ ഖുർആൻ വിളി. ഖുർആൻ ഹിഫ്ളാക്കിയ ആളുകളെ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ പ്രത്യേകിച്ച് ഉദ്ദേശിച്ചാണ്. അതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്കൊന്നും വിത്തർ ഇല്ല എന്നല്ല. വിത്തർ എല്ലാവർക്കും സുന്നത്താണ്. പക്ഷെ അഹ്ലുൽ ഖുർആൻ എന്നുള്ള ആ വിളിയിലുണ്ടല്ലോ, ആ വിളിയിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഖുർആൻ പഠിച്ചവരെ പ്രത്യേകം അവരെ പ്രത്യേകം നോക്കി വിളിക്കുമ്പോൾ അത് പിന്നെ അവർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിം സൈന്യം പിന്തിരിഞ്ഞോടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയാൻ എന്താ പറഞ്ഞത് അറിയോ? യാ അഹ്ല ബൈഅത്തി റിദ്വാൻ, യാ അഹ്ല ബൈഅത്തി റിദ്വാൻ തആലു. എല്ലാവരും റസൂലുള്ളാഹിനെ വിട്ട് ഓടുകയാണ് ഹുനൈൻ യുദ്ധത്തിൽ. അപ്പോൾ റസൂലുള്ള വിളിച്ചു പറയാണ് യാ അഹ്ല ബൈഅത്തി റിദ്വാൻ, ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തവരെ തആലു വരൂൻ. എന്തിനാ അവരെ പ്രത്യേകം വിളിച്ചത്? അവരെ പ്രത്യേകം വിളിക്കാൻ കാരണം ബയ്യത്ത് റിദ്വാനിൽ പങ്കെടുത്തപ്പോൾ അവർ റസൂലുള്ളാഹിക്ക് ബയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും യുദ്ധം ഓടൂല, ഞങ്ങൾ മരണം വരെ ക്ഷമിച്ചു നിൽക്കും എന്ന് ബയ്യത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ പ്രത്യേകം വിളിച്ച്. ഇതേപോലെയാണ് ഈ അഹ്ലുൽ ഖുർആൻ്റെ വിഷയത്തിലുള്ള വിളി. കാരണം അവർ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനഃപ്പാടാക്കുകയും ചെയ്തവരാണ്, പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ പ്രത്യേകം പിന്നെ വിത്ർ നമസ്കരിച്ച് ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യേണ്ടവരാണ് എന്നൊരു ആശയം ഇവിടെ ഉണ്ട്. ഔ തിറു യാ അഹ്ലൽ ഖുർആൻ ഫഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ർ. അതാണ് ഫഇന്നല്ലാഹ്, കാരണം അള്ളാഹു വിത്റുൻ. എന്താ വിത്ർ എന്ന് പറഞ്ഞാൽ? ഫർദുൻ, അള്ളാഹു ഏകനാണ്. വിത്ർ എന്ന് പറഞ്ഞാൽ ഫർദുൻ, അള്ളാഹു ഏകനാണ്. യുഹിബ്ബുൽ വിത്ർ, അള്ളാഹു വിത്റിനെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു വിത്റുൻ, അള്ളാഹു അൽ വിത്ർ എന്ന് പേരുണ്ട്. അള്ളാഹ് മാത്രമാണ് ഈ ദുനിയാവിൽ ഏകമായത്. പടപ്പുകളൊക്കെ എന്താണ്? ഏകല്ല, അതിനൊക്കെ ഒരു ഇരട്ട സ്വഭാവം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഏകമാണ്. വിത്റിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ അർത്ഥം വിത്ർ നിസ്കാരവും അള്ളാഹു ഒരുപോലെയാണെന്നുള്ളതല്ല. നഊദു ബില്ലാഹ്, അള്ളാഹു വിത്റിനെ ഇഷ്ടപ്പെടുന്നു. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. അള്ളാഹു വിത്റിനെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിത്ർ നമസ്കാരം ഷറആക്കി. അതുകൊണ്ട് നമ്മൾ വിത്റാക്കിയിട്ടേ കിടക്കാവൂ, ഉറങ്ങാവൂ. അല്ലെങ്കിൽ വിത്ർ നമ്മുടെ രാത്രി നമസ്കാരങ്ങളുടെ അവസാനം നമ്മൾ എന്താക്കണം? വിത്റാക്കണം. അതിനി ഉറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിക്കുമ്പോഴാണെങ്കിൽ അങ്ങനെ. അതിനുള്ള ആഹ്വാനാണ് ഇവിടെ ഔത്തിറു യാ അഹ്ലൽ ഖുർആൻ. ഇവിടെ വിത്ർ നിസ്കാരം അല്ലാതെ തന്നെ വിത്ർ സുന്നത്തായ കാര്യങ്ങളുണ്ടല്ലോ. ഉദാഹരണം എന്താ?
വിത്ര നിസ്കാരം അതിൽ വിത്തറാക്കണം. 3, 1, 3, 5, 7, 9 ഇങ്ങനെ വിത്തറാക്കണം. അതേപോലെ വിത്തറാക്കൽ പ്രത്യേക സുന്നത്തുള്ള കർമ്മങ്ങളുണ്ടല്ലോ. ഉദാഹരണം എന്താ? ഒതുകൊടുക്കുമ്പോൾ ഒതുകൊടുക്കുമ്പോൾ 3 പ്രാവശ്യം കഴുകണത്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ കുളിപ്പിക്കുകയാണെങ്കിലും 3 കുളിപ്പിക്കൽ അങ്ങനെ. 7 തക്ബീർ പെരുന്നാൾ നിസ്കാരത്തിലല്ലേ. പ്രത്യേക റസൂൽ ഇപ്പം മലമൂത്ര വിസർജനത്തിൽ നമ്മൾ ഇസ്തിജ്മാറാണെങ്കിൽ കല്ല് ഉപയോഗിച്ചിട്ടാണെങ്കിൽ വൃത്തിയാക്കണം, വെള്ളമല്ലാത്തത് കൊണ്ടാണ് വൃത്തിയാക്കണമെങ്കിൽ വിത്തറാക്കാൻ പറഞ്ഞു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ ചെറിയ പെരുന്നാൾ ദിവസം ശവ്വാൽ പുലരിയിലുള്ള ഫിത്ർ പെരുന്നാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരക്ക തിന്നിട്ടാണ് പുറപ്പെട്ടിരുന്നത് പെരുന്നാൾ നിസ്കാരത്തിന്. പക്ഷേ റസൂലുള്ളാഹി തിന്നിരുന്ന അങ്ങനെ വിത്തറായിട്ടായിരുന്നു തിന്നിരുന്നത് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഇതേപോലെ വിത്തർ ആയിട്ടുള്ള പിന്നെ കർമ്മങ്ങളുണ്ട്. ഏതായാലും ഇവിടെ ഔതിറു യാ അഹ്ലൽ ഖുർആൻ ഫഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ർ. റവാഹുൽ ഖംസ എന്ന് പറഞ്ഞാൽ അബൂ ദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, ഇമാം അഹ്മദ് എന്നിവരാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹദീസിലെ ഇബ്നു ഖുസൈമ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. ഇമാം ഹാക്കിം അതേപോലെ ദഹബി ഇവരൊക്കെ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. ഹദീസ് സഹീഹാണ്. തയ്യിബ്, അടുത്ത ഹദീസ് ആരിൽ നിന്നാ? അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്നല്ലേ. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്അലു ആഖിറ സലാത്തികും ബില്ലൈലി വിത്ര. അല്ലേ? ഇജ്അലു ആഖിറ സലാത്തികും ബില്ലൈലി വിത്ര. മുത്തഫഖുൻ അലൈഹി. വലൈക്കും സലാം. മുത്തഫഖുൻ അലൈഹി. ഹദീസ് വളരെ വ്യക്തമാണ്, വിശദീകരിക്കേണ്ട കാര്യമല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നാണ് ഹദീസ്. അദ്ദേഹം പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇജ്അലു ആഖിറ സലാത്തികും, ഇജ്അലു നിങ്ങളാക്കണം, ആഖിറ സലാത്തികും ബില്ലൈൽ രാത്രിയിലുള്ള നിങ്ങളുടെ നമസ്കാരത്തിൻ്റെ അവസാനം നിങ്ങളാക്കണം. എന്താക്കണം? വിത്റാക്കണം. ഇജ്അലു ആഖിറ സലാത്തികും ബില്ലൈലി വിത്ര, രാത്രിയിലുള്ള നിങ്ങളുടെ നമസ്കാരത്തിൻ്റെ അവസാനം അത് നിങ്ങൾ ഇജ്അലു വിത്റാക്കണം. അതും എന്തിനെ അറിയിക്കണേ? വിത്ര നമസ്കാരത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മഹത്വം, അതിനുള്ള കൽപ്പന, അതാണ് ഈ ഹദീസ് ഉൾക്കൊള്ളുന്നത്. ഇമാം ബുഖാരി മുസ്ലിമും ഇബ്നു ഉമറിൽ നിന്ന് റിവായത്ത് ചെയ്ത ഹദീസാണത്. ഖലാസ്. തയ്യിബ്, അടുത്ത ഹദീസ് തൽഖ് ഇബ്നു അലിയിൽ നിന്നല്ലേ. അൻ തൽഖ് ഇബ്നി അലിയിൻ റളിയല്ലാഹു തആല അൻഹു ഖാൽ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലാ വിത്രാനി ഫീ ലൈലത്തിൻ. طيب أريد مخرج طيب رواه أحمد والثلاثة وصححه ابن حبان. ഹദീസ് തൽഖ് ബിൻ അലിയിൽ നിന്നാണ്. അൻ തൽഖ് ബിൻ അലിയിൻ റളിയല്ലാഹു അൻഹു, തൽഖ് ബിൻ അലിയിൽ നിവേദനം. ഖാല, അദ്ദേഹം പറഞ്ഞു സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. എന്താ പറഞ്ഞത്? ലാ വിത്രാനി ഫീ ലൈല, ഒരു രാത്രിയിൽ ലാ വിത്രാനി, 2 വിത്രില്ല, 2 വിത്റുകളില്ല. ലാ വിത്രാനി, 2 വിത്റുകൾ ഇല്ല. ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ. തയ്യിബ്, ഈ തൽഖ് ബിൻ അലി നമുക്ക് മുമ്പ് വന്ന റാവിയല്ലേ? വന്നിട്ടില്ല? തൽഖ് ബിൻ അലിയിൽ നിന്നുള്ള ഹദീസ് വന്നിട്ടുണ്ടാവും മുമ്പ്. കാരണം അദ്ദേഹത്തിന് പ്രസിദ്ധമായ ചില ഹദീസുകളുണ്ട്. അതിൽ പെട്ടതാണ് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ലിംഗം തൊട്ട്, അപ്പോൾ
അതിൻ്റെ പേരിൽ ഉളു മുറിയാന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്നമാ ഹുവ ബിദാഅത്തുൻ മിൻക്, അത് നിന്നിൽ നിന്നുള്ള ഒരു ഒരു ഭാഗം തന്നെയാണ്, പാർട്ട് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ കാത് പിടിച്ച്, ഒരാൾ മൂക്ക് പിടിച്ച്, കൈ പിടിച്ച്, അതേപോലെ ഒരവയവാണ് ലൈംഗിക അവയവം, അതുകൊണ്ട് ഉളു മുറിയില്ല എന്ന അർത്ഥത്തിൽ തൽഖ് ബിൻ അലിയിൽ നിന്ന് പ്രസിദ്ധമായ ഹദീസുണ്ട്. അതിൻ്റെ റാവി ആരാണ്? പിന്നെ തൽഖാണ്. അതിവിടെ വന്നിട്ടുണ്ടാവും ഹദീസ്. അത് ഓർക്കാൻ ഞാൻ ഇപ്പോൾ അത് പറയാം. അദ്ദേഹം ഈ തൽഖ് ബിൻ അലി അദ്ദേഹം ഹനഫിയാണ്. ഹനഫി എന്ന് പറഞ്ഞാൽ ഹനഫി മദ്ഹബാരൻ എന്നുള്ള അർത്ഥത്തിലല്ല, ബനു ഹനീഫ ഗോത്രക്കാരനാണ്. അതുകൊണ്ടാണ് തൽഖ് ബിൻ അലി അൽ ഹനഫി. അദ്ദേഹം സുഹൈമിയാണ്, അസുഹൈമി. അദ്ദേഹം മിൻ അഹ്ലിൽ യമാമ, അതുകൊണ്ട് തന്നെ അദ്ദേഹം മിൻ അഹ്ലിൽ യമാമ, യമാമക്കാരിൽ പെട്ട ആളാണ് ബനു ഹനീഫ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹനഫി എന്ന് പറയുന്നത്. തൽഖ് ബിൻ അലി കുറേ കാലം ജീവിച്ചിട്ടുണ്ട്. എനിക്കൊണ്ട് ഹിജ്റയുടെ 66 അദ്ദേഹം മരണപ്പെട്ട്. ഹിജ്റയുടെ 66. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവി രണ്ടാമത് നിർമ്മിക്കുകയാണ്. മസ്ജിദ് നബവി ആദ്യം റസൂലുള്ളാഹി ഹിജ്റ വന്ന ഉടനെ നിർമ്മിച്ച്, പിന്നെ റസൂലുള്ളാഹി മസ്ജിദ് നബവി രണ്ടാമത് നിർമ്മിക്കുന്നുണ്ട് ഖൈബർ യുദ്ധാനന്തരം, ഖൈബർ യുദ്ധത്തിന് ശേഷം. അപ്പോൾ ഖൈബർ യുദ്ധത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവി നിർമ്മിക്കുമ്പോൾ സഹാബികൾ ഓരോരുത്തരും ഓരോ പണിയെടുക്കുകയാണ്. ഒരു സഹാബി മണ്ണും വൈക്കോലും കൂട്ടി കുഴക്കണുണ്ട്. എന്തിന്? കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മണ്ണും വൈക്കോലും കൂട്ടി കുഴക്കുമ്പോൾ ഈ അൻസാരിയാണ് അത് കുഴക്കുന്നത്. അദ്ദേഹത്തിന് അതിന് കുഴക്കാൻ സാധിക്കണില്ല, അറിയണില്ല. അപ്പോൾ തൽക്ക് പറയുന്നുണ്ട് എനിക്ക് തരാൻ, എൻ്റെ അടുത്ത് തരാൻ പറയാം. അദ്ദേഹം യമാമയിൽ നിന്ന് വന്നാണ്. അങ്ങനെ അദ്ദേഹം വളരെ നൈപുണ്യത്തിൽ ഇത് മണ്ണും വൈക്കോലും കുഴച്ച് കട്ട ഉണ്ടാക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം പറയാണ് ആ പണി നാം മൂപ്പരെ ഏൽപ്പിക്കാൻ, തൽഖ് ബിൻ അലീനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മസ്ജിദ് നബവി നിർമ്മിക്കാനുള്ള കട്ടൊക്കെ അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹം മണ്ണ് വൈക്കോലിൽ കുഴച്ചിട്ട് ഉണ്ടാക്കി. ഈ ചരിത്രം ഞാൻ പറഞ്ഞു എനിക്ക് ഓർക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പിന്നെ ജോലിക്കും അതിൻ്റെ പ്രത്യേകക്കാരുണ്ടാവും, മനസ്സിലായില്ലേ? അവരാണ് ആ ജോലി നിർവഹിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? വിശദീകരിക്കാറുണ്ട്. ഏതായാലും തൽഖ് ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പ്രസിദ്ധനായ സഹാബിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ ദീന് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ചില ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഹദീസുകളിൽ ഒന്നാണ് ഈ ഹദീസ്. തൽഖ് ബിൻ അലി അൽ ഹനഫി അസ്സുഹൈമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ യഖൂൽ പറയുന്നത് ഞാൻ കേട്ടു, ലാ വിത്രാനി ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ എന്തില്ല? 2 വിത്റുകളില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എങ്ങനെ 2 വിത്റ് വരിക? ഇപ്പോൾ ഇശ നിസ്കരിച്ച ഉടനെ ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വിത്റാക്കി, 1 റക്അത്ത് നിസ്കരിച്ചു. പിന്നെ അദ്ദേഹം രാത്രി എഴുന്നേറ്റിട്ട് പിന്നെ 2 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് നിസ്കരിച്ചിട്ട് വിത്റാക്കി. അപ്പോൾ എത്രയായി? അതൊക്കെ 2 വിത്റായി. അങ്ങനെ 2 വിത്ർ ഒരു രാത്രിയിൽ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്, മനസ്സിലായി? ഇവിടെ ഈ ലാ എന്നുള്ളത് നഫീൻ്റെ ലായാണ്. ഒന്നാണ് ഒരു രാത്രിയിൽ 2 വിത്റുകൾ ഇല്ല എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? 2 വിത്റാക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇത് നഫീൻ്റെ വിത്രാണെങ്കിലും നെഹീൻ്റെ ഉദ്ദേശത്തിലാണ്. നെഹിയാണ് അത് റസൂലുള്ളാഹി വിരോധിക്കാണ്, അങ്ങനെ വിത്റാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രാത്രി ഇശ കഴിഞ്ഞ ഉടനെ നിസ്കരിച്ച ഒരാൾ വിത്റാക്കി, അയാൾക്ക് പിന്നെ നിസ്കരിക്കണം തോന്നിയാൽ എന്താ ചെയ്യുക? 1 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് ഇരട്ടാക്കുക, എന്നിട്ട് പിന്നെ നിസ്കരിച്ചിട്ട് പിന്നെ വിത്റാക്കുക. അപ്പോൾ എത്ര വിത്റായി? ഇപ്പോൾ 1 റക്അത്ത് നിസ്കരിച്ച് ആദ്യം ഇശ നിസ്കരിച്ച ഉടനെ വിത്റാക്കി, പിന്നെ കുറേ കഴിഞ്ഞിട്ട് 1 റക്അത്ത് കൂടി നിസ്കരിച്ച് വേറെ വിത്റാക്കി, പിന്നെ രാത്രിയുടെ അവസാനത്തിൽ പിന്നെ നിസ്കരിച്ചിട്ട് പിന്നെയും വിത്റാക്കി. അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്കിടയിൽ വലിയ ഇഷ്കാലുണ്ട്. ഇബ്നു അബ്ബാസ് അതേപോലെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ഇവരൊക്കെ പറഞ്ഞത്, ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ രൂപമുണ്ടല്ലോ, ആദ്യം 3 റക്അത്ത് നിസ്കരിച്ച ഒരാൾ പിന്നെ കുറേ കഴിഞ്ഞിട്ട് നിസ്കരിക്കണം തോന്നുമ്പോൾ 1 റക്അത്ത് കൂടി നിസ്കരിക്കുക, പിന്നെ ഈ 2 നിസ്കരിച്ചിട്ട് പിന്നെ അവസാനം വിത്റാക്കുക. ഇത് തലാഉബും ബിൽ വിത്ർ എന്നാണ്, വിത്ർ കൊണ്ടുള്ള കളിയാണ് എന്നാണ്. കാരണം എന്താ? 1 വിത്ർ നിസ്കരിച്ച് പിന്നെ 1 റക്അത്ത് ഇത് ഇരട്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് എന്ത് ചെയ്യണം? മറ്റേ റക്അത്ത് കൂടി വരണം, അല്ലേ? ഒരാളിപ്പോൾ 3 റക്അത്ത് നിസ്കരിച്ച് ഉടനെ തന്നെ അയാൾ
പറയണില്ല ഞാൻ ഉടനെ തന്നെ അയാൾ സലാം വിട്ട ഉടനെ തന്നെ അല്ല ഞാൻ ഇനി ഇൻഷാ അല്ലാഹ് രാത്രി നിസ്കരിക്കും എന്നിട്ട് പിന്നെ ഒരു റക്അത്ത് നിസ്കരിച്ചിട്ട് ഇത് ഇരട്ടാക്കുകയാണെങ്കിൽ ഓക്കെ. അതേസമയം ഒരാൾ 3 റക്അത്ത് നിസ്കരിച്ച് പിന്നെ പെരയിൽ പോയി ചോറുന്ന് കുട്ടികളോടും മക്കളോടും വർത്തമാനം പറഞ്ഞ് ഭാര്യയോടൊപ്പം സഹനം നടത്തി പിന്നെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇരട്ടാക്കലാണോ അതല്ല അത് വിത്റാണോ? അത് വിത്റാണ് അല്ലേ? പിന്നെ അവസാനത്തിൽ വീണ്ടും വിത്തറാക്കുക. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസിൻ്റെ ഒക്കെ ഫത്വയിൽ തലാഉബും ബിൽ വിത്ർ, ഇത് വിത്ര കൊണ്ടുള്ള കളിയാണെന്ന്. അങ്ങനെ പാടില്ല. പിന്നെയോ ലാ വിത്രാനി ഫീലയില്ല, ഒരു രാത്രി 2 വിത്രില്ല. അപ്പോൾ 3 റക്അത്ത് നിസ്കരിച്ച ഒരാൾ പിന്നെ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം എന്താണ്? അയാളുടെ നിസ്കാരം വിത്രാണ്. പിന്നെ 2 റക്അത്ത് പിന്നെ 3 റക്അത്ത് നിസ്കരിച്ച ഒരാളെ പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അവസാനം 5 അല്ലേ? അപ്പോൾ നിസ്കരിച്ചാൽ 5 ആണ്. പിന്നെ 2 നിസ്കരിക്കുകയാണെങ്കിൽ 7 ആണ്. പിന്നെ 2 നിസ്കരിക്കുകയാണെങ്കിൽ 9 ആണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ വിത്രാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ ഇരട്ടയാക്കിയിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്തായി? നിസ്കാരം വിത്രായി. അതാണ് തൽഖ് ബിൻ അലിയുടെ ഹദീസ്. അത് അഖ്റജഹു അസ്സലാസ അല്ലേ? റവാഹു അഹ്മദ് വസ്സലാസ വസഹഹഹു ഇബ്നു ഹിബ്ബാൻ. ഇബ്നു ഹിബ്ബാൻ അതിനെ സഹി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് സഹിയാണ്, തൽഖിൻ്റെ ഹദീസ് ഇത് സഹിയാണ്. തയ്യിബ്. ഇനി ഉബയ്യിൻ്റെ ഹദീസ് അല്ലേ? വഅൻ ഉബയ്യ് ഇബ്നു കഅബ് അല്ലേ? وعن أبي بن كعب رضي الله تعالى عنه قال كان رسول الله صلى الله عليه وسلم يوتر بسبح اسم ربك الأعلى وقل يا أيها الكافرون وقل هو الله أحد ولا يسلم إلا في آخرهن ولا يسلم إلا في آخرهن. അതിപ്പോൾ വിത്ർ നിസ്കാരത്തിൽ ഓതുന്നതിനെ കുറിച്ചാണ് അല്ലേ? വിത്ർ നിസ്കാരത്തിൽ ഓതുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇതിലങ്ങനെ ഇവിടെ അല്ലേ? വസാദ റവാഹു അഹ്മദ് വ അബൂ ദാവൂദ് വ നസായി. വസാദ വലാ യുസല്ലിമു ഇല്ലാ ഫി ആഖിരിഹിൻ. ഉബയ്യ് ഇബ്നു കഅബിൽ നിന്നുള്ള ഹദീസാണ്. അൻ ഉബയ്യ് ഇബ്നു കഅബിൻ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യൂതിറു വിത്റാക്കും. റഹ്മക്കല്ലാഹ്, യൂതിറു വിത്റാക്കും. എന്തുകൊണ്ട് വിത്റാക്കും? ബിസബ്ബിഹിസ്മ റബ്ബിക്കൽ ആല, സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല എന്ന സൂറത്ത് കൊണ്ട്. വഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് കൊണ്ടും. വഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്റാക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ഒരു പതിവ് പോലെയാണ്. പതിവ് പോലെ നിർബന്ധമല്ലെങ്കിലും അതായിരുന്നു റസൂലുള്ളാഹിൻ്റെ പതിവ് എന്നറിയിക്കുന്നുണ്ട്. ആ 3 സൂറത്തുകൾ അല്ലേ? സബ്ബിഹിസ്മ, സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്. എന്തുകൊണ്ടാണ് ഈ 3 സൂറത്തുകൾ കൊണ്ട് വിത്തറാക്കിയിരുന്നത്? റസൂലുള്ളാഹി ഏകദേശം ഇത് എന്ത് ചെയ്യാണ്? പതിവാക്കുകയാണല്ലോ. അത് പതിവാക്കിയിട്ട് റസൂലുള്ളാഹി അത് നിസ്കാരത്തിൽ ഓതണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, പ്രത്യേകത ഉണ്ട്. സബ്ബിഹിസ്മ സൂറത്തിൻ്റെ തഫ്സീറുകളിൽ ഉണ്ടല്ലോ, വളരെ ഗംഭീരമായിട്ട് പണ്ഡിതന്മാർ നിർവഹിച്ച് കാണാൻ സാധിക്കും. സബ്ബിഹിസ്മ പ്രത്യേകിച്ച് ഫഹ്റു റാസി, ഇമാം റാസി, പിന്നെ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വളരെ ഭംഗിയായ ഒരു വിശദീകരണമാണ് സബ്ബിഹിസ്മക്ക്. കാരണം അള്ളാഹുവിൻ്റെ തൗഹീദുൽ റുബൂബിയയും പിന്നെ അള്ളാഹുവിൻ്റെ തൗഹീദുൽ ഉലൂഹിയയും അതേപോലെ തന്നെ ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള വിരക്തിയും പാരത്രിക ലോകത്തിലുള്ളതായ പിന്നെ താല്പര്യവും വളർത്തുന്ന രീതിയിലാണ് സൂറത്ത് സബ്ബിഹിസ്മ റബ്ബിക്കൽ ആലയിലെ ആയത്തുകളുടെ ക്രമീകരണം. പിന്നെ നല്ല വിശദീകരണം തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഏതായാലും ആ വിഷയങ്ങൾ ഓർക്കാനായിരിക്കാം അതിനെ തുടർച്ചയായിട്ട്. അതേപോലെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്താ? അത് ബറാഅത്ത് മിന ഷിർക്കാണ്, ഷിർക്കിൽ നിന്നുള്ള, ഷിർക്കിൻ്റെ ആളുകളിൽ നിന്നുള്ള ഒഴിവാകലാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് അള്ളാഹിൻ്റെ സിഫത്താണ്. അത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സ്ഥിരീകരിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൽ ലാ ഇലാഹ എന്നുള്ളത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ഇല്ലല്ലാ എന്നുള്ളത് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് സ്ഥിരീകരിക്കുകയാണ്. പിന്നെ സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല അത് പിന്നെ എല്ലാം ഉൾക്കൊണ്ട, അതിൻ്റെ തെളിവുകൾ ഉൾക്കൊണ്ട, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ ലക്ഷണങ്ങൾ തെളിവുകൾ ഉൾക്കൊണ്ട നല്ല സുന്ദരമായ പ്രതിപാദ്യമാണ്.
ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്റാക്കിയിരുന്നത് ഈ 3 സൂറത്തുകൾ കൊണ്ടായിരുന്നു. ഹദീസ് ഏഷ് 3 റക്അത്തിൽ. അത് ഇനി അടുത്തതിൽ വരും, അടുത്ത ഹദീസിൽ അത് വരും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 റക്അത്ത് നിസ്കരിക്കും, പിന്നെ 4 റക്അത്ത് നിസ്കരിക്കും, പിന്നെ 3 റക്അത്തുമാണ്. മനസ്സിലായോ? 4 അത് സുദീർഘമായി, പിന്നെ 2ഉം 1ഉം അത് ഈ സൂറത്തുകൾ ഓതിക്കൊണ്ട് ഷോർട്ടായിട്ട്. തയ്യബ്, ഇത് റവാഹു അബൂദാവൂദ് വൻ നസായി അല്ലേ? ഇമാം അബൂദാവൂദും നസായി ആണ് നിവേദനം. എങ്ങനെ? റവാഹു അഹ്മദ് വൻ നസായി. വസാദ് ഇമാം നസായി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൽ ഏറുണ്ട്. വസാദ് അദ്ദേഹം വർദ്ധിപ്പിച്ചു, വലാ യുസല്ലിമു ഇല്ലാ ഫി ആഖിരിഹിൻ, വലാ യുസല്ലിമു റസൂലുള്ളാഹി സലാം വീട്ടുമായിരുന്നില്ല ഇല്ലാ ഫി ആഖിരിഹിന്ന, ഈ റക്അത്തുകളുടെ ഒടുവിലല്ലാതെ, അവസാനത്തിലല്ലാതെ. അപ്പോൾ 3 റക്അത്ത് ഒന്നിച്ചായിരുന്നു നിസ്കരിച്ചിരുന്നതെന്നർത്ഥം. വിത്തർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കും. വലാ യുസല്ലിമു ഇല്ലാ ഫി ആഖിരിഹിന്ന, അവയുടെ അവസാനത്തിലല്ലാതെ സലാം വീട്ടിയിരുന്നില്ല. അത് ഇമാം നസായിയുടെ റിപ്പോർട്ടിൽ ഏറുള്ളതാണ്. ഈ ഹദീസിനെ അബൂദാവൂദും ഇമാം അഹ്മദ് നിവേദനം ചെയ്ത് ഇമാം നസായിയും. പക്ഷേ നസായി റിപ്പോർട്ട് ചെയ്തപ്പോൾ വലാ യുസല്ലിമു ഫി ആഖിരിഹിൻ എന്നുള്ളത് ഏറെ നൽകിയിട്ടുണ്ട്. പക്ഷേ 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ മഗ്രിബ് പോലെ ആക്കരുത്. അത് റസൂലുള്ളാഹി വിരോധിച്ചിട്ടുണ്ട്. മഗ്രിബ് പോലെ എന്ന് പറഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇടയിലിരുന്ന് സലാം വീട്ടാതെ എഴുന്നേറ്റിട്ടുള്ള, അങ്ങനെ പാടില്ല. 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ഇടയിലിരിക്കാതെ എഴുന്നേൽക്കുക, സുജൂദിന് എഴുന്നേറ്റ് പിന്നെ അവസാനം സലാം വീട്ടുക. വിത്തറിനെ മഗ്രിബിനോട് സാദൃശ്യപ്പെടുത്തുന്ന റസൂലുള്ളാഹി വിരോധിച്ചിട്ടുണ്ട്. ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. തയ്യബ്, അതാണ് പിന്നെ ഉബയ്യിൽ നിന്നുള്ള ഹദീസ്. അടുത്തത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസാണ്. വലി അബീ ദാവൂദ് വത്തുർമുദി അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ നഹ്വഹു വഫീഹി കുല്ലു സൂറത്തിൻ ഫീ റക്അ വഫിൽ അഖീറത്തി ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈൻ. തയ്യബ്, വലി അബീ ദാവൂദ്, ഇമാം അബൂദാവൂദ്, അതേപോലെ തുർമുദി, ഇമാം തുർമുദി, ഇവർക്കുണ്ട്. ആരിൽ നിന്ന്? അൻ ആയിഷ റളിയല്ലാഹു തആല, ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്ന് നഹ്വഹു, ഇതുപോലുള്ള ഹദീസ്. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഈ ഹദീസ്, കാരണം റസൂലുള്ളാഹി യൂത്തിർ ബിസബ്ബി ഇസ്മി റബ്ബിക്കൽ അഅല എന്നുള്ളത്, അത് ആരുടെ ഹദീസാ? ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ഹദീസ് സഹാബി ഉബയ്യ് ഇബ്നു കഅബാണ് അല്ലേ? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അഹ്മദ്, അബൂദാവൂദ്, നസായി ഇവർ റിപ്പോർട്ട് ചെയ്താണ് നമ്മൾ കേട്ടത്. എന്നാൽ ഈ ഹദീസ് ആയിഷയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആയിഷയിൽ നിന്ന് ആരാ റിപ്പോർട്ട് ചെയ്തത്? അബൂദാവൂദും തുർമുദിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് വലി അബീ ദാവൂദ് വ തുർമുദി അൻ ആയിഷ റളിയല്ലാഹു അൻഹ നഹ്വഹു. അബൂദാവൂദിനും തുർമുദിക്കും ആയിഷയിൽ നിന്ന് നഹ്വഹു, ഇതുപോലെ ഹദീസ് ഉണ്ട്. പക്ഷേ വഫീഹി, ആ ഹദീസിലുണ്ട്, വഫീഹി അതിലുണ്ട്, കുല്ലു സൂറത്തിൻ ഫി റക്അ, എന്താ കുല്ലു സൂറ, ഓരോ സൂറത്തും ഫി റക്അത്തിൻ, ഓരോ റക്അത്തിൽ, കുല്ലു സൂറത്തിൻ ഫി റക്അത്തിൻ, ഓരോ സൂറത്തും ഓരോ റക്അത്തിൽ. വഫിൽ അഖീറ, ഒടുക്കത്തേതിൽ, അവസാനത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദാണ്. അവസാന പോതിയത് ഏതാണ്? ഖുൽ ഹുവല്ലാഹു അഹദാണ്. വൽ മുഅവ്വിദതൈനിയും, അതായത് പിന്നെ ഓരോ റക്അത്തിലും ഓരോ സൂറത്ത്. വഫിൽ അഖീറത്തി, അവസാനത്തെ റക്അത്തിൽ, വിത്തറിൻ്റെ 3-ലെ അവസാനത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും വൽ മുഅവ്വിദതൈനിയും ഓതിയിരുന്നു എന്നാണ്. അപ്പോൾ അവസാനത്തെ റക്അത്തിൽ ഇവിടെ ഉബയ്യിൻ്റെ ഹദീസിൽ പറഞ്ഞേതാ? ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിരുന്നു എന്നാണ്. ആയിഷയിൽ നിന്നോ ഉള്ള ഹദീസിലോ ഖുൽ ഹുവല്ലാഹു അഹദും ഉണ്ട്, മുഅവ്വിദതൈനി ഉണ്ട്. ഏതാ മുഅവ്വിദതൈനി? അൽ ഫലക്കും അന്നാസും. അതാണ് ഇതിൽ ഏറെ വന്നത്. ഈ ഒരു ഏറെ വന്നത് കാരണത്താൽ ഈ ഹദീസ് നിരൂപിക്കാൻ കാരണം അതിലുള്ള 2 റാവിമാരാണ്. ഒന്ന് യഹ്യ ഇബ്നു അയ്യൂബ് എന്ന് പറയുന്ന റാവി. ഈ ഏറെ വന്നതിൽ, അതായത് നിന്ന് ഇമാം അബൂദാവൂദും അതേപോലെ തന്നെ ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ആ റിവായത്തിൽ ഈ ഹദീസ്, ഈ ഏറെ വന്നതുണ്ടല്ലോ, അതിൽ ദുർബലത പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഏറെ വന്ന
ഹദീസിൻ്റെ സനദിൽ ഒരു യഹ്യ ബിൻ അയ്യൂബ് എന്ന് പറയുന്ന റാവിയുണ്ട്. പിന്നെ ഒന്ന് ഒരു ഖസീഫ് അൽ ജസരി എന്ന് പറയുന്ന റാവിയുണ്ട്. അയാൾ ദുർബലനാണ്, ഈ ഖസീഫ് അൽ ജസരി. ഈ റാവി ദുർബലനാണ്. അതേപോലെ തന്നെ പിന്നെ യഹ്യ ബിൻ അയ്യൂബ് എന്ന് പറയുന്ന റാവി, പക്ഷേ അദ്ദേഹം തീർത്തും ദുർബലനല്ല. പക്ഷേ ഖസീഫുൽ ജസരി ദുർബലനാണ്. അതുകൊണ്ട് തന്നെ ഈ മുഅവ്വിദത്തൈനിയും ഓതിയിരുന്നു എന്ന് പറയുന്നതായ റിവായത്ത് ദുർബലാണ്. ഏതേ ഓതിയിട്ടുള്ളൂ? അവസാനത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദേ ഓതിയിട്ടുള്ളൂ. തയ്യിബ്. ഉബയ്യ് ഇബ്നു കഅബ് നമ്മളിവിടെ പറഞ്ഞു, ഇത് ആയിഷയിൽ നിന്നുള്ള ഹദീസാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നമുക്ക് വന്ന റാവിയ അല്ലേ? വന്നാ ഉബയ്യ് ഇബ്നു കഅബ്, അദ്ദേഹം ആരാ? ഉബയ്യ് ഇബ്നു കഅബ് അദ്ദേഹം അൻസാരിയാണ് അല്ലേ? ഉബയ്യ് ഇബ്നു കഅബ് അൻസാരിയാണ് അദ്ദേഹം. ഉബയ്യ് ഇബ്നു കഅബിന് കുറേ മഹത്വങ്ങളില്ലേ? എന്താ എങ്ങനെ? ഉബയ്യ് ഇബ്നു കഅബിൻ്റെ ഹദീസിലാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ ജിന്ന് വന്നിട്ട് അദ്ദേഹത്തോട് സംസാരിച്ച സംഭവം ഉള്ളത്. ആയത്തുൽ കുർസിൻ്റെ മഹത്വം പറയുന്ന ഹദീസ്. അതേപോലെ തന്നെ അല്ല, റസൂൽ താമസിച്ചത് അബൂ അയ്യൂബ് അൽ അൻസാരിയാണ്. അത് ഖാലിദ് ബിൻ സെയ്ദ്, അതല്ല അദ്ദേഹത്തിൻ്റെ പേര്. അബൂ അയ്യൂബ് അൽ അൻസാരിൻ്റെ പേര് ഖാലിദ് ബിൻ സെയ്ദ്. ഇത് ഉബയ്യ് ഇബ്നു കഅബ്, അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് അബുൽ മുൻദിർ എന്നാണ്. അബുൽ മുൻദിർ ഉബയ്യ് ഇബ്നു കഅബ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ സൂറത്തുൽ ബയ്യിന ലംയകുനി ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് ഉണ്ടല്ലോ, അത് പിന്നെ ഓതി കൊടുക്കാൻ അദ്ദേഹത്തോട് എന്ത് ചെയ്ത് അള്ളാഹു കൽപ്പിച്ച്, അള്ളാഹു ആവശ്യപ്പെട്ട്. അപ്പോൾ പിന്നെ അദ്ദേഹത്തോട് റസൂലുള്ള പറയാണ്, നിങ്ങളോട് സൂറത്തുൽ ബയ്യിന ലംയകുനി ഓതാൻ വേണ്ടി അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ്, പിന്നെ എൻ്റെ പേര് പറഞ്ഞോ, അസമ്മാനി അള്ളാഹു എൻ്റെ പേര് പറഞ്ഞോ? നിങ്ങളെ പേര് പറഞ്ഞാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ദുഃഖീർത്തു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ പരാമർശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം കരഞ്ഞു എന്നാണ്. കാരണം അദ്ദേഹത്തോട് കൊണ്ട് ഓതിപ്പിക്കാനുള്ളത്. അതുകൊണ്ടാണ് പിന്നെ സഹാബികൾ പറയാറുണ്ട് ഉള്ളത്, അഖറഉന ഉബൈ, ഞങ്ങളിൽ ഏറ്റവും നല്ല പാരായണക്കാരൻ ഉബയ്യാണ്, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം 66 മരണപ്പെടുന്നത്, ഹിജ്റയുടെ 66. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു അല്ലേ? 66 എനിക്ക് തോന്നുന്നു അദ്ദേഹം മരണപ്പെടുന്നത്. എങ്ങനെ അറിയില്ല. ഉബയ്യനല്ലാത്തതിന് കുറേ മഹത്വങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് ഉബയ്യ് റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തേത് ഇത് ആയിഷയിൽ നിന്നുള്ള ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് വന്ന റാവിയാണ്. ഇനി അടുത്തത് ഇതൊക്കെ 2 ഹദീസുകൾ അബീ സഈദിൽ നിന്നുള്ളതാണല്ലേ. عن أبي سعيد الخدري رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم أوتروا قبل أن تصبحوا. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം. നമുക്ക് ധാരാളം വന്ന റാവിയാണ് അബൂ സഈദ് അൽ ഖുദ്രി, മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔതിറു, നിങ്ങൾ വിത്റാക്കണം. ഖബല അൻ തുസ്ബിഹു. എന്താ ഖബല അൻ തുസ്ബിഹു? നിങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി. ഖബല അൻ തുസ്ബിഹു, നിങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വിത്റാക്കണം. അതെ, ഔതിറു ഖബല അൻ തുസ്ബിഹു, നിങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വിത്റാക്കണം. അപ്പോൾ വിത്റിൻ്റെ ടൈം എപ്പോഴാണ്? പ്രഭാതം അതിൻ്റെ മുമ്പാണ്, സുബഹിൻ്റെ മുമ്പാണ്. ഹദീസ് ഇമാം മുസ്ലിം, റവാഹു മുസ്ലിം അല്ലേ, റവാഹു മുസ്ലിം. വലി ഇബ്നു ഹിബ്ബാൻ
മൻ അദ്റക സുബ്ഹ വലം യൂതിർ ഫലാ വിത്ര ലഹു. ഇബ്നു ഹിബ്ബാന്റെ ഹദീസിലുണ്ട്, റസൂലുള്ളാഹി പറയാണ്, മൻ അദ്റക സുബ്ഹ, ഒരാൾ സുബഹി കണ്ടെത്തി. മൻ അദ്റക സുബ്ഹ, സുബഹി ഒരാൾ കണ്ടെത്തി. എങ്ങനെ? വലം യൂതിർ, വിത്രാക്കാതെ. ഒരാൾ വിത്ര നിസ്കരിച്ചിട്ടില്ല, സുബഹി ബാങ്കാണ് കൊടുത്ത്, അതാണ് വിഷയം. ഫലാ വിത്ര ലഹു, അപ്പോൾ അവന് എന്തില്ല? വിത്രില്ല. ഫലാ വിത്ര ലഹു, അവന് വിത്രില്ല. വിത്ര നഷ്ടപ്പെട്ടു എന്നർത്ഥം. മൻ അദ്റക സുബ്ഹ വലം യൂതിർ ഫലാ വിത്ര ലഹു. അത് ഹദീസ് സഹിയാണ്. ഈ ഹദീസ് സഹിയാണ്. ഇബ്നു ഹിബ്ബാൻ സഹീൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ സുബഹി ആകുന്നതിന് മുമ്പ് വിത്രാക്കാനുള്ള ആഹ്വാനാണ്. അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്നുള്ള ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ, അബൂ സഈദിൽ തന്നെ ഇബ്നു ഹിബ്ബാൻ്റെ റിവായത്തിൽ മൻ അദ്റക സുബ്ഹ വലം യൂതിർ ഫലാ വിത്ര ലഹു, സുബഹിന് മുമ്പ് വിത്രാക്കിയിട്ടില്ലെങ്കിൽ അവന് വിത്രില്ല. ഇനി അടുത്തത് ഇതും അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്നുള്ളൊരു ആയത്താണ് അല്ലേ. വാൻ അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു ഖാൽ മൻ നാമ അനിൽ വിത്രി ഔ നസിയഹു ഫൽയുസല്ലി ഇദാ അസ്ബഹ ഔ ദക്കർ അല്ലേ, ഔ ദക്കർ. മൻ നാമ അനിൽ വിത്ർ, അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്, മൻ നാമ അനിൽ വിത്ർ, വല്ലവനും വിത്റിനെ തൊട്ട് ഉറങ്ങി, ഔ നസിയഹു, അല്ലെങ്കിൽ വിത്ർ നിസ്കരിക്കാൻ മറന്നുപോയി എങ്കിൽ ഫൽയുസല്ലി, അവൻ നമസ്കരിക്കട്ടെ, ഇദാ അസ്ബഹ, എന്താ, അവൻ പ്രഭാതത്തിൽ പ്രവേശിച്ചാൽ, ഔ ദക്കറ, അല്ലെങ്കിൽ അവൻ ഓർത്താൽ. അതായത് ഉറങ്ങിയവൻ പ്രഭാതത്തിൽ പ്രവേശിച്ചാൽ അവൻ എന്ത് ചെയ്യട്ടെ? വിത്രാക്കട്ടെ. അല്ലെങ്കിൽ വല്ലവനും മറന്നു എങ്കിൽ മറന്നവൻ ഓർത്താൽ അവൻ വിത്രാക്കട്ടെ. ഇപ്പോൾ ഒരാൾ വിത്ര നിസ്കാരത്തെ തൊട്ട് മറന്നുപോയി എങ്കിൽ ഓർക്കുമ്പോഴാണ് അയാൾ നിസ്കരിക്കേണ്ടത്. ഒരാൾ വിത്ര നിസ്കാരത്തെ തൊട്ട് ഉറങ്ങിപ്പോയി എങ്കിൽ അയാൾ ഉണർന്നാൽ നിസ്കരിക്കണം, വിത്ര നിസ്കരിക്കണം. ഇത് മുസ്ലിമിൻ്റെ അത് മുത്തഫഖുൻ അലൈഹി. ഈ അബൂ സഈദിൻ്റെ രണ്ടാമത്തെ ഹദീസാണ്. റവാഹുൽ ഖംസ ഇല്ല നസായി, റവാഹുൽ ഖംസത്തു ഇല്ല നസായി. ഹദീസ് സഹിയാണ്. ഖംസത്താണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ നസായി ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബൂദാവൂദ്, തുർമുദി, ഇബ്നു മാജ, അഹ്മദ്, ഇവരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തയ്യ്, ഹദീസ് സഹിയാണ്. അപ്പോൾ ഇവിടെ ഒരു ഇഷ്കാലി തോന്നുന്നുണ്ടോ? എങ്ങനെ, എന്താ ഇഷ്കാൽ അവിടെ? ഹദീസുകൾ എന്താ വലിയ ഇഷ്കാലുണ്ടോ? മൻ അദ്റക സുബ്ഹ വലം യൂതിർ ഫലാ വിത്ര ലഹു മൻ നാമാനിൽ വിത്രി ഔ നസിയഹു ഫൽയുസല്ലി ഇദാ അസ്ബഹ ഔ ദക്കർ. എന്താ ഈ ഇഷ്കാൽ രണ്ട് ഹദീസും തമ്മിൽ? ഒരേ ഹദീസിൽ സുബഹി ആയി ഒരാൾ വിത്രാക്കിയിട്ടില്ലെങ്കിൽ അയാൾക്ക് വിത്രില്ല എന്ന് പറഞ്ഞു. ഇവിടെ വിത്രസ്കാരം മറന്നുപോയി, ഉറങ്ങിപ്പോയി, അയാൾ എന്ത് ചെയ്യട്ടെ? നേരം വെളുത്ത വിത്രാക്കട്ടെ എന്ന്. അപ്പോൾ ഹദീസ് തമ്മിൽ എന്തുണ്ട്? ഒരു വൈരുദ്ധ്യം വരുന്നുണ്ടോ? വരുന്നില്ല എന്ന് പറയണം. അപ്പം ഞങ്ങളൊന്നും ഇതിനൊരു പൈസയും പറഞ്ഞാണ്. ഒരു ഫഖീഹാണ്, മാഷാ അല്ലാഹ്. അതാണ് അതിലെ വിഷയം. ഒരാൾ ബോധപൂർവം വിത്രാക്കാതെ നേരം വെളുപ്പിച്ച്, രാത്രി ഉറങ്ങിയിട്ടില്ല മൂപ്പര്, ബോധപൂർവം വിത്രാക്കാതെ ഒരാൾ എന്ത് ചെയ്ത് നേരം വെളുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫലാ വിത്രല്ലോ, അയാൾക്ക് വിത്രില്ല, വിത്രൻ്റെ മഹത്വമല്ല. അതേസമയം ഒരാൾ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ അയാൾ മറന്നുപോയി എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? വിത്രാക്കട്ടെ. അയാൾ വിത്രാക്കട്ടെ. ഓർമ്മ വരുമ്പോൾ അല്ലെങ്കിൽ പുലർന്നാൽ അയാൾ വിത്രാക്കട്ടെ എന്നാണ്. അതാണ് അതിൻ്റെ തൗജീഹ്. പിന്നെ ഫജ്റിനെ തൊട്ട് ഉറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഫർദ് തന്നെയാണ് മുന്തിപ്പിക്കേണ്ടത്. വിത്ര പിന്നീട് നിസ്കരിക്കേണ്ടതാണ്. അതിൽ ഇഷ്കാലില്ല. എങ്ങനെ? വിത്രാക്കാൻ നമ്മൾ നിസ്കാരത്തെ തൊട്ട് മറന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മ വന്ന ഉടനെ നിസ്കരിക്കണം. അത് നിസ്കാരം, പിന്നെ നിസ്കാരം പാടില്ലാത്ത ടൈമിലാണെങ്കിൽ നമ്മൾ നിസ്കാരം മറന്നുപോയി അല്ല, അത് ഉടനെ നിസ്കരിക്കണം. അത് ഉടനെ നിസ്കരിക്കണം. അതിലിഷ്കാലില്ല. അതായത് ഒരാൾ എപ്പോഴാണോ ഓർക്കുന്നത് അപ്പം നിസ്കരിക്കട്ടെ എന്നാണ്. ഫൽയുസല്ലി ഇദാ അസ്ബഹ ഔ ദക്കർ, ഓർത്താൽ അല്ലെങ്കിൽ പ്രഭാതത്തിൽ പ്രവേശിച്ചാൽ അവൻ നിസ്കരിക്കട്ടെ എന്നാണ്. മനസ്സിലായോ? അതിൽ പ്രശ്നമല്ല. ഇപ്പോൾ ഒരാൾ അസ്തമിക്കാൻ സമയമായി, നിസ്കാരം വിരോധിക്കപ്പെട്ടതാണ്, പക്ഷെ അപ്പോഴും മൂപ്പര് അസർ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഉടനെ നിസ്കരിച്ചു കൊള്ളണം. മറന്നു പോയതല്ലേ,
കൽപ്പിച്ചു കൂട്ടിയല്ലോ. ഒരാൾ എന്ത് ചെയ്യാണ്, നിസ്കാരത്തെ ആ ടൈമിലേക്ക് പിന്തിപ്പിച്ചിട്ട് നിസ്കരിക്കുമ്പോഴാണ് അയാൾ ആക്ഷേപാർഹൻ. അതേസമയം ഇത് മറന്നുപോയ കേസാണ്, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയ കേസാണ്. മനസ്സിലായോ? ഇപ്പോൾ അസറിന് ശേഷം എന്തില്ല, അസറിന് ശേഷം പിന്നെ നിസ്കാരം മൊത്തത്തിൽ പാടില്ല. അതേസമയം എന്ത് ചെയ്യുക, നിസ്കാരം വീട്ടേണ്ടതുണ്ടെങ്കിൽ അസറിന് ശേഷവും വീട്ടാം. അതേപോലെ സുബൈക്ക് ശേഷം ഉദിക്കുന്നത് വരെ നിസ്കാരം പാടില്ല. പക്ഷേ സുബൈന് മുമ്പുള്ള സുന്നത്ത് അത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ സുബൈക്ക് ശേഷം നിസ്കരിക്കാം. മനസ്സിലായി? ഉദറുള്ള നിസ്കാരങ്ങളാണെങ്കിൽ നിസ്കരിക്കാം, അതിൽ ഇഷ്കാരമില്ല. പക്ഷേ എങ്ങനെ വിത്തർ വീട്ടും എന്നുള്ളതാണ്. വിത്തറിൻ്റെ ടൈം എപ്പോഴാണ്? വിത്തറിൻ്റെ ടൈം രാത്രിയാണ്. രാത്രി കഴിഞ്ഞു പോയി, പിന്നെ എങ്ങനെ വിത്തർ നിസ്കരിക്കും? ഒരാൾ സാധാരണ 3 റക്അത്താണ് നിസ്കരിക്കല് രാത്രി. പക്ഷെ അന്ന് ഒരു ദിവസം അയാൾ മറന്നുപോയി, അല്ലെങ്കിൽ ആ ദിവസം അയാൾ എന്ത് ചെയ്ത്, അയാൾ ഉറങ്ങിപ്പോയി. ഈ 3 നിസ്കരിക്കുന്ന ആളിത് എങ്ങനെ വീട്ടും? 4 നിസ്കരിക്കുക, 3 നിസ്കരിക്കുക. ഹദീസിൽ പറഞ്ഞ എന്താ? മൻ നാമ അനിൽ വിത്തർ, വിത്തറിനെ തൊട്ട് മറന്നാൽ അയാൾ നേരം പുലർന്നാൽ അത് നിസ്കരിക്കട്ടെ എന്നാണ്. അപ്പം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? 3 തന്നെ നിസ്കരിക്കേണ്ടത് അല്ലേ? 3 തന്നെ നിസ്കരിക്കേണ്ടത്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. എത്രയാണോ മറന്നത് അത്ര നിസ്കരിക്കുക, അതല്ലേ കളാ വീട്ടൽ. പക്ഷേ പല പണ്ഡിതന്മാരും വിത്തറിൻ്റെ ടൈം രാത്രിയാണ്, സുബഹി ഉദിക്കുന്നതിൻ്റെയും ഇഷൻ്റെ ഇടയിലാണ്. ആ സമയം തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വിത്തറില്ല. പിന്നെ വിത്തർ വീട്ടാം, പക്ഷെ അത് ഇരട്ടിയായിട്ടാണ് വീട്ടേണ്ടത്. അതിന് തെളിവിൻ്റെ ബലമുണ്ട്. ഇതിന് തെളിവില്ല വെച്ചാൽ തെളിവുണ്ട്. അതിൻ്റെ തെളിവ് ഇതാണ്. ഇത് വീട്ടാനാണ് പറഞ്ഞത്, വിത്തർ വീട്ടാനാണ് പറഞ്ഞത്. വിത്തർ വീട്ടേണ്ട എങ്ങനെ? വിത്തറായിട്ടാണ് വീട്ടേണ്ടത്. അതല്ലേ? പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടി കാണിച്ചത് ഇരട്ടിയായിട്ടാണ്. അതുകൊണ്ടാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ ഇതാ ഗലബ അലൈഹി അന്നൗ അവിൽ വജ, റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും രോഗമോ ഉറക്കമോ അതിജയിച്ച് പോയിട്ട് രാത്രി നമസ്കരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകലിൽ 12 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. രാത്രി ഉറക്കം ഗാഢമായി ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ രോഗമോ മറ്റോ ഉണ്ടായിട്ട് എന്ത് ചെയ്തു, രാത്രി നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പകലിൽ റസൂലുള്ള 12 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു എന്നാണ് ആര് പറയുന്നത്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. ഹദീസ് സഹിഹാണ്. അപ്പോൾ രാത്രി നിസ്കരിക്കാത്ത റസൂലുള്ള വീട്ടുകയാണ് പകലിൽ. എങ്ങനെ വീട്ടിയത്? ഇരട്ടായിട്ട് വീട്ടി. അതിന് മനസ്സിലാക്കാം റസൂലുള്ളാഹിൻ്റെ രാത്രി നിസ്കാരം എത്ര ഉണ്ടായിരുന്നുള്ളൂ? 11 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് 12 നിസ്കരിക്കുന്നത്. പണ്ഡിതന്മാർ പറയാണ്, സാധാരണ 3 നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പകലിൽ 4 നിസ്കരിക്കുക. സാധാരണ 5 നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ 6 നിസ്കരിക്കുക. 7 നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ 8 നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 12 വീട്ടിയത്. കാരണം റസൂലുള്ളാഹിൻ്റെ രാത്രി നിസ്കാരം എത്രയാണ്? അത് 11 റക്അത്താണ്. അതുകൊണ്ടാണ് 12 ആക്കിയിട്ട് റസൂലുള്ള വീട്ടിയത് എന്നാണ് അതിന് മനസ്സിലാക്കുന്നത്. ബാങ്കിൻ്റെ ഇഖാമത്തിൻ്റെ ഇടയിലുള്ള ടൈമിൽ അപ്പോഴാണ് ഓർക്കണമെങ്കിൽ അപ്പം നിസ്കരിക്കാം. ഓർക്കുമ്പോൾ നിസ്കരിക്കാനല്ലേ പറയുന്നത്? മനസ്സിലായില്ലേ? ഓർക്കുന്ന സമയത്ത് നിസ്കരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ വിത്തറിന് തൊട്ട് മറന്നുപോയി ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അയാൾ ഉണർന്നിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കുക, അല്ലെങ്കിൽ ഓർത്താൽ നിസ്കരിക്കുക. ടൈമുണ്ട് എങ്കിൽ മറ്റൊരു നിസ്കാരത്തിന് ഏറ്റുമുട്ടാത്ത ടൈമിലാണ് നിസ്കരിക്കുന്നതിന് വിഷയമല്ല. അതാണ് ഹദീസിൻ്റെ ലഫ്ദിൽ നിന്ന് മനസ്സിലാകുന്നത്, ഓർത്താൽ നിസ്കരിക്കുക എന്നുള്ളത്. പകലിൽ നിസ്കരിക്കുകയാണെങ്കിൽ പകലിൽ വീട്ടാൻ ടൈമുണ്ട്, പകലിൽ വീട്ടാൻ സമയമുണ്ട്, വിശാലമായ ടൈമുണ്ട്. അതന്നെ പറഞ്ഞു, ഫജറിന് ശേഷം ഉദയത്തിന് മുമ്പ് നിസ്കരിക്കാം. വീട്ടിന് നിസ്കാരം ഉഴുതറ് കാരണത്താൽ, ഒഴിവ് കഴിവ് കാരണത്താൽ നിസ്കരിക്കാൻ പറ്റാത്ത എന്ത് ചെയ്യാം? ആ സമയത്ത് നിസ്കരിക്കാം. അതിൽ നമ്മൾ ആ വിഷയം എടുത്താണ് നമുക്ക് മനസ്സിലായി. പണ്ഡിതന്മാർക്കിടയിൽ ഒരു ഖിലാഫ് നിലനിൽക്കേണ്ട അഭിപ്രായ വ്യത്യാസം. ഇനി അടുത്ത ഹദീസ് ജാബിറിൻ്റെ ഹദീസ് അല്ലേ? عن جابر رضي الله عنه عن جابر ابن عبد الله رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم من خاف أن لا يقوم من آخر الليل فليوتر أوله ومن طمع أن يقوم آخره فليوتر آخر الليل فإن صلاة آخر الليل مشهودة وذلك أفضل. ജാബിർ ഇബ്നു അബ്ദുല്ലയിൽ നിവേദനം,
ജാബിർ ഇബ്നു അബ്ദുല്ലയിൽ നിന്ന് നിവേദനം, ജാബിർ ഇബ്നു അബ്ദുല്ല അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാഫ്, വല്ലവനും ഭയന്നു, അല്ല യഖൂമ മിൻ ആഖിറിൽ ലൈൽ, രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേൽക്കുകയില്ല എന്ന്, രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേൽക്കുകയില്ല, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല എന്ന് വല്ലവനും ഭയന്നാൽ ഫൽയൂതിർ അവ്വലഹു, അവൻ രാവിൻ്റെ തുടക്കത്തിൽ വിത്തറാക്കട്ടെ, രാവിൻ്റെ തുടക്കത്തിൽ വിത്തറാക്കട്ടെ. വമൻ തമഅ അൻ യഖൂമ ആഖിറഹു, രാവിൻ്റെ അവസാനത്തിൽ എഴുന്നേൽക്കും, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് വല്ലവനും പ്രത്യാശിച്ചാൽ ഫൽയൂതിർ ആഖിറൽ ലൈൽ, അവർ രാത്രിയുടെ അവസാനത്തിൽ വിത്തറാക്കട്ടെ. ഫൽയൂതിർ ആഖിറൽ ലൈൽ, രാത്രിയുടെ അവസാനത്തിൽ വിത്തറാക്കട്ടെ. കാരണം എന്താ? ഫഇന്ന സലാത്ത ആഖിറിൽ ലൈൽ, കാരണം ആഖിറുൽ ലൈലിലെ നമസ്കാരം മഷ്ഹൂദത്തുൻ, മഷ്ഹൂദത്ത് എന്നാണ് എന്താ? സാക്ഷ്യം വഹിക്കപ്പെടുന്ന നമസ്കാരമാണ്, മലക്കുകൾ സാക്ഷിയാകുന്ന നമസ്കാരമാണ്, അതാണ് അതിൻ്റെ അർത്ഥം. ഫഇന്ന ആഖിറൽ ലൈലി മഷ്ഹൂദത്തുൻ, കാരണം രാത്രിയുടെ അവസാനത്തിലുള്ള നമസ്കാരം അത് മഷ്ഹൂദത്തുൻ, സാക്ഷ്യം വഹിക്കപ്പെടുന്ന നമസ്കാരമാണ്. സാക്ഷ്യം വഹിക്കപ്പെടുന്ന മലക്കളുടെ സാക്ഷ്യം എന്ന് അതിന് പറയപ്പെട്ടിട്ടുണ്ട്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമാഉ ദുനിയയിലേക്ക് ഇറങ്ങുന്ന സമയം അതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആ നിലക്കും അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും രാത്രിയുടെ അവസാനത്തിലുള്ള നമസ്കാരം അത് മഷ്ഹൂദത്താണ്, മലക്കളുടെ സാക്ഷ്യം ലഭിക്കുന്ന നമസ്കാരമാണ്. വദാലിക അഫ്ദലു, മാത്രമല്ല അതെന്താ? അതാണ് ഏറ്റവും ശ്രേഷ്ഠം. വദാലിക അഫ്ദലു എന്നാണ്, വദാലിക ഖൈർ, അതാകുന്ന ഏറ്റവും ശ്രേഷ്ഠം, അതാകുന്ന ഏറ്റവും ശ്രേഷ്ഠം. റാവി മുസ്ലിം അല്ലേ? റവാഹു മുസ്ലിം, ഇമാം മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ജാബിർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ്. അതൊക്കെ വളരെ ഇഷ്കാലില്ല, വളരെ വ്യക്തമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. മൻ ഖാഫ അല്ലാ യഖൂമ മിൻ ആഖിറിൽ ലൈലി ഫൽയൂതിർ അവ്വലഹു വമൻ തമഅ അൻ യഖൂമ ആഖിറഹു ഫൽയൂതിർ ആഖിറൽ ലൈൽ ഫഇന്ന സലാത്ത ആഖിറൽ ലൈലി മഷ്ഹൂദത്തുൻ വദാലിക അഫ്ദൽ. അപ്പോൾ രാത്രിൻ്റെ തുടക്കത്തിലും വിത്തറാക്കുക, രാത്രിൻ്റെ ഒടുക്കത്തിലും വിത്തറാക്കുക. ഏറ്റവും നല്ലത് എപ്പോഴാണ്? രാത്രിൻ്റെ അവസാനത്തിലാണ്. തയ്ഫ്. ഇനി അടുത്ത ഹദീസ് ഇബ്നു ഉമർ അല്ലേ? അൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ قال رسول الله صلى الله عليه وسلم إذا طلع الفجر فقد ذهب وقت كل صلاة الليل والوتر فأوتروا قبل طلوع الفجر അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്നുള്ള ഹദീസ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ തലഅ അൽ ഫജ്റു, എന്താ ഇദാ തലഅ അൽ ഫജ്റു? ഫജ്ർ ഉദിച്ചാൽ ഫഖദ് ദഹബ വഖ്തു കുല്ലി സലാത്തിൽ ലൈൽ, ഫഖദ് ദഹബ പോയി, നഷ്ടപ്പെട്ടു, വഖ്തു കുല്ലി സലാത്തിൽ ലൈൽ എല്ലാ രാത്രി നമസ്കാരത്തിൻ്റെയും സമയം, വൽ വിത്ർ വിത്തറിൻ്റെയും. അപ്പോൾ ഫജ്ർ ഉദിച്ചാൽ സലാത്തുൽ ലൈലിൻ്റെയും വിത്തറിൻ്റെയും എല്ലാം സമയം പോയി കഴിഞ്ഞു. ഫഔതിറു, അതിനാൽ നിങ്ങൾ വിത്റാക്കണം, ഖബ്ല തുലൂഇൽ ഫജ്ർ, ഫജ്ർ ഉദിക്കുന്നതിന് മുമ്പ്, ഫജ്ർ ഉദിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഫജ്ർ ഉദിക്കുന്നതിന് മുമ്പ് വിത്റാക്കണം എന്ന് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. കാരണം വിത്തറിൻ്റെയും സലാത്തുൽ ലൈലിൻ്റെയും സമയം അത് ഫജ്ർ ഉദിക്കുന്നതോടുകൂടി ദഹബ് പോയി. തുർമുദിൻ്റെ റിവായത്തല്ലേ? റവാഹു തുർമുദി അല്ലേ? ഇമാം തുർമുദി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. പിന്നെ ഒരു ചില സലഫുകൾ, പിന്നെ ഇബ്നുൽ മുൻദിർ പിന്നെ ഉദ്ധരിച്ചതാണത്. സലഫുകളിൽ ചിലർ വിത്തറിൻ്റെ സമയം പിന്നെ ഇഖ്തിയാരിയായ സമയവും ഇൽത്തിറാറിയായ സമയവും, രണ്ട് സമയം പറയും. ഇഖ്തിയാരിയായ സമയവും ഇൽത്തിറാറിയായ സമയവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നിസ്കരിക്കാനുള്ള ഒരു സമയമുണ്ട്, അനിവാര്യഘട്ടം. ആ അനിവാര്യഘട്ടം അത് സലാത്തുൽ ഫജ്ർ വരെ നീണ്ടു നിൽക്കുന്നുണ്ട് എന്നാണ്. സലാത്തുൽ ഫജ്ർ വരെ അങ്ങനെ പൂർവികർ മനസ്സിലാക്കിയിരുന്നു എന്നാണ്. സലാത്തുൽ ഫജ്ർ വരെ, അതായത് വിത്ര എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? അതിൻ്റെ ഇഖ്തിയാരിയായ ടൈം ഫജ്റിൻ്റെ ഉദയം വരെയാണ്. ഇഷ നിസ്കരിച്ച് അത് ഇനിയിപ്പോൾ നമ്മൾ ജമ്മ് തഖ്ദീമാക്കി മഗ്രിബിലേക്ക് ജമ്മാക്കിയിട്ട് നിസ്കരിച്ചാലും ഇഷ നിസ്കരിച്ചത് മുതൽ ഫജ്റിൻ്റെ ഉദയം വരെയാണ് എന്ത്? വിത്തറിൻ്റെ ഇഖ്തിയാരിയായ സമയം, നല്ല സമയം. എന്നാൽ ആ സമയത്ത് ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇൽത്തിറാറിയായ നിർബന്ധമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഒരു സമയമുണ്ട്. ആ അനിവാര്യമായ സമയം ഫജ്ർ ഉദിച്ച് ഫജ്ർ നിസ്കാരം വരെയാണ്.
മനസ്സിലായി. അങ്ങനെ ചില സലഫുകൾ എന്ത് ചെയ്തിരുന്നു, നിസ്കരിച്ചിരുന്നു, അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്ന് ഇമാം ഇബ്നുൽ മുൻദിർ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഒരാൾക്ക് ഫജറിൻ്റെ മുമ്പ് വിത്തറാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഫജർ ഉദിക്കുന്നതിന് മുമ്പ് വിത്തറാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫജർ നിസ്കാരത്തിൻ്റെ സുന്നത്ത് നിസ്കരിച്ചിട്ടോ സുന്നത്തിന് മുമ്പോ അല്ലെങ്കിൽ പിന്നെ ഫജർ നിസ്കാരത്തിന് മുമ്പായിട്ട് വിത്തറാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രശ്നമല്ല എന്നർത്ഥം. അതാണ് നിങ്ങൾ പറഞ്ഞ അതിൽ ആ ഇതിൽ അതിനുള്ള ഇത് പണ്ഡിതന്മാരങ്ങനെ ചിലർ ഉണർത്തിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച എന്തിനാ, ഫൗതിറു ഖബ്ല തുലൂഇൽ ഫജർ, ഫജർ ഉദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വിത്തറാക്കിക്കോളിയും എന്നാണ്. തയ്യിബ്, ഇമാം തുർമുദിയുടെ റിവായത്താണത്. ഹദീസും ബലപ്പെട്ട ഹദീസാണ്. തയ്യിബ്, ഖലാസ്. ഇനി അടുത്തത് ദുഹ നമസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകളാണ്. അതും ഇബ്നു ഹജർ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ദുഹ നമസ്കാരവുമായി ബന്ധപ്പെട്ട് പിന്നെ അത് നിർബന്ധമാണോ, അത് സുന്നത്താണോ, അത് പാടില്ല ഇസ്ലാമിൽ, അങ്ങനെ അഭിപ്രായമുണ്ട്. അങ്ങനെ നിസ്കാരം തന്നെ അല്ല എന്നുള്ളതൊക്കെ വീക്ഷണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്നു ഹജർ കുറേ ഹദീസുകൾ ആ വിഷയത്തിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.